ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, ഇന്നൊരു കറി ഉണ്ടാക്കിയാലോ നമുക്ക്. അതായത് നമ്മുടെ കണി വെള്ളരി ഇട്ടിട്ടാണ് കേട്ടോ. ഇത് വിഷുവിന് കണി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച വെള്ളരിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്തില്ല. എന്തായാലും ഇതിനൊരു പ്രയോഗം നമുക്ക് വേണമല്ലോ. എന്നാൽ പിന്നെ അങ്ങനെ ഒന്ന് കറി വെച്ചേക്കാന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇത്തിരി കറിവേപ്പില, പിന്നെ ഇത്തിരി ഉപ്പ്. അപ്പോൾ മുളക് നമുക്ക് എത്രത്തോളം വേണമെങ്കിലും എടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചാണല്ലോ. പിന്നെ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കൊന്ന് അരപ്പ് റെഡിയാക്കണം. അതായത് ഇത്തിരി ജീരകമുണ്ട്, കടുകുണ്ട്, പിന്നെ നമ്മുടെ തേങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി വെള്ളം ചേർക്കാതെ എന്ന് പറയാൻ പറ്റില്ല, ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടയ്ക്ക് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളരിക്ക ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഉടയത്തില്ല. എന്നാന്ന് വെച്ചാൽ ഇത്രയും ദിവസമായതല്ലേ, അപ്പോൾ അതൊരു ചെറിയ വാടലുണ്ടല്ലോ, എന്നാലും ഒരുമാതിരി ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ അരപ്പം കൂടി അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ആ ജാറ്, മിക്സിയുടെ ജാറുണ്ടല്ലോ, അതും കൂടെ ഒന്ന് കഴുകി അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ, കാരണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചാറ് പോലെ കിടക്കും, അതുകൊണ്ടാണ്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇത് നമുക്ക് ഈ തേങ്ങയുടെ നമ്മുടെ അരപ്പൊന്ന് വെന്ത് കിട്ടണമല്ലോ, അരപ്പും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരണമല്ലോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് അടച്ചൊന്ന് വെച്ച് വേവിക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നല്ല കട്ടത്തൈര്, വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി ഉടയാനൊന്നും ഇല്ലായിരുന്നു, അത് ആ ഒരു തവി വെച്ചിട്ട് ചുമ്മാ ഒന്ന് ഉടച്ചെടുത്താൽ മതിയായിരുന്നു. എന്തായാലും നമ്മുടെ അരപ്പും ഇതെല്ലാം കൂടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതിയാവും. എന്നിട്ട് നമ്മുടെ കട്ടത്തൈരും കൂടെ അതിൻ്റെ തൊട്ടൊന്ന് ഒഴിച്ചു കൊടുത്തോളുക. വെള്ളം ചേർക്കണ്ട, അതങ്ങ് നന്നായിട്ടൊന്ന് തൂത്ത് അതിൻ്റെ തൊട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എന്താ പറയുക, പിരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്തോളുക. അത് കൈവിടാതെ ഇളക്കി കൊടുത്തോളുക. അപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോളുക. നമ്മുടെ കറി തിളച്ച് പോകാതെ ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ തീയ. ഇനി വേണ്ടവർ കടുക് പൊട്ടിച്ച് ചേർക്കാം. ഞാനിവിടെ കടുക് പൊട്ടിച്ച് ചേർത്തിട്ടില്ല, സാധാരണ അങ്ങനെ ചേർക്കാറില്ല, അതുകൊണ്ട് തന്നെ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണയെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ തേങ്ങ ഇല്ലയെന്ന് വെച്ചാൽ തേങ്ങയുണ്ട്. പിന്നെ തേങ്ങയുടെ അളവൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ രുചിക്കും ഒക്കെ അനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. മുളകായിക്കോട്ടെ, അങ്ങനെയൊക്കെ തന്നെ. അപ്പം അടിപൊളിയാണ്. ഒരിക്കലെങ്കിലും പരീക്ഷിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ, മിക്കവരും തന്നെ പരീക്ഷിക്കുന്നവരാണ്, അറിയാം. അപ്പോൾ പരീക്ഷിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ പിന്നെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ടാറ്റാ.